നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ശത്രുക്കളുടെ സകല അതിർവരമ്പുകളും ലംഘിച്ചുള്ള പ്രകോപനങ്ങൾക്ക് മറുപടിയായി റഷ്യയും അത് തുടങ്ങിക്കഴിഞ്ഞു. തങ്ങളെ വളയാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് നേരെ പുടിന്റെ ആത്യന്തിക പ്രതിരോധം. ആഗോളതലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റഷ്യ തങ്ങളുടെ വമ്പിച്ച ആണവായുധ പ്രതിരോധാഭ്യാസങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇപ്പോൾ. മെയ് 19 മുതൽ 3 ദിവസത്തേക്ക് റഷ്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കാൻ പോന്ന മാരകമായ മിസൈലുകളും ആണവ അന്തർവാഹിനികളും അതിർത്തികളിൽ അണിനിരക്കുകയാണ്. സ്വന്തം നാടിന്റെ സുരക്ഷയ്ക്കായി റഷ്യ നടത്തുന്ന ഈ ശക്തി പ്രകടനം വെറുമൊരു അഭ്യാസ പ്രകടനം മാത്രമാണെന്ന് കരുതാനാവില്ല. മറിച്ച് റഷ്യയെ തൊട്ടാൽ കളി മാറുമെന്ന ലോകത്തിനുള്ള ഒരു കൃത്യമായ താക്കീതുകൂടിയാണ് ഇത്. റഷ്യയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 65,000-ലധികം സൈനികർ, 7,800-ലധികം സൈനിക വാഹനങ്ങളും ആയുധ സംവിധാനങ്ങളും, 200-ലധികം മിസൈൽ ലോഞ്ചറുകൾ, 140 യുദ്ധവിമാനങ്ങൾ, 73 യുദ്ധക്കപ്പലുകൾ, ഇതുകൂടാതെ ആണവശേഷിയുള്ള 13 അന്തർവാഹിനികൾ വരെ ഈ അഭ്യാസങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇത് സാധാരണ സൈനിക പരിശീലനം മാത്രമല്ല, മറിച്ച് ആണവ യുദ്ധ സാഹചര്യത്തിൽ റഷ്യയുടെ പ്രതികരണശേഷി എത്ര വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കാമെന്നത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ശക്തി പ്രകടനം തന്നെയാണ്. ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളും ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും റഷ്യൻ പ്രദേശങ്ങളിലേക്ക് വ്യാപകമായി എത്തിത്തുടങ്ങിയ സമയത്താണ് ഈ ആണവാഭ്യാസങ്ങൾ നടക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. റഷ്യയുടെ കണക്കുകൂട്ടലിൽ ഇത് വെറും പ്രതിരോധപരമായ ഒരു സൈനികാഭ്യാസമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനുമുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. റഷ്യയുടെയോ ബെലാറസിന്റെയോ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണി നേരിട്ടാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ഈ അഭ്യാസങ്ങളിലൂടെ പുടിൻ ലോകത്തിനു മുന്നിൽ ആവർത്തിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ബെലാറസ് ഉൾപ്പെടുന്ന സംയുക്ത ആണവ പരിശീലനവും ഈ അഭ്യാസങ്ങളുടെ ഭാഗമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ആദ്യമായാണ് റഷ്യ ബെലാറസിൽ ആണവശേഷിയുള്ള ആയുധങ്ങൾ സജീവമായി വിന്യസിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഒറേഷ്നിക് ആണവശേഷിയുള്ള മിസൈൽ സംവിധാനങ്ങളാണ്. നാറ്റോ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബെലാറസിൽ ഈ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് യൂറോപ്പിനുള്ള വലിയ സുരക്ഷാ വെല്ലുവിളിയായാണ് പാശ്ചാത്യ ലോകം കാണുന്നത്. ഇതിനൊപ്പം ലോകത്തെ ഏറ്റവും ഭീകരമായ ആണവ മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സർമാറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും റഷ്യ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. പാശ്ചാത്യ മാധ്യമങ്ങൾ സാത്താൻ 2 എന്ന് വിളിക്കുന്ന ഈ മിസൈലിന് ഒരേ സമയം നിരവധി ആണവ പോർമുനകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അമേരിക്കയെയും യൂറോപ്പിനെയും ലക്ഷ്യമിടാൻ കഴിയുന്ന ഈ ആയുധം റഷ്യയുടെ തന്ത്രപ്രധാന ആണവ ശക്തിയുടെ പ്രധാന ചിഹ്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതേസമയം റഷ്യ അടുത്തിടെ അവരുടെ ആണവ സിദ്ധാന്തത്തിൽ വരുത്തിയ മാറ്റങ്ങളും ലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുതിയ നയപ്രകാരം ഒരു ആണവ ഇതര രാജ്യത്തിനെതിരെയും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത് റഷ്യയ്ക്കോ ബെലാറസിനോ വലിയ ഭീഷണിയായി കണക്കാക്കുന്ന സാഹചര്യമാണെങ്കിൽ, അതായത് ഭാവിയിൽ യുദ്ധം പരമ്പരാഗത ആയുധങ്ങളിലൂടെ ആരംഭിച്ചാലും അത് ആണവ തലത്തിലേക്ക് ഉയരാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതൽ ശക്തമാണ്. കാരണം റഷ്യയ്ക്ക് ഏത് രാജ്യത്തിനു നേരെയും ആണവായുധം പ്രയോഗിക്കാം എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇതിനിടെയാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അവസാന പ്രധാന ആണവ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് കരാർ തകർന്നതും ലോകത്തിലെ ഏറ്റവും വലിയ 2 ആണവ ശക്തികളുടെ ആയുധശേഷി നിയന്ത്രിച്ചിരുന്ന ഈ കരാർ ഇവിടെ അവസാനിക്കുകയും ചെയ്തു. ഇതോടെ ആഗോള ആണവ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഗണ്യമായി ഉയർന്നിരിക്കുകയാണ്. ഇനി ഇരു രാജ്യങ്ങൾക്കും ആണവായുധ വികസനത്തിൽ മുൻകാല നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. അതിനാൽ തന്നെ പുതിയ ആയുധ മത്സരത്തിനും കൂടുതൽ അപകടകരമായ സൈനിക നീക്കങ്ങൾക്കും ലോകം സാക്ഷിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 ആണവ ശക്തികളാണ് റഷ്യയും അമേരിക്കയും. ഇവർ തമ്മിലുള്ള ചരിത്രപരമായി തന്നെ തന്ത്രപരമായ മത്സരങ്ങളും ശത്രുതയും നിറഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലോകത്തെ 2 ചേരികളാക്കി മാറ്റിയ ശീതയുദ്ധത്തിന്, കോൾഡ് വാറിന് ശേഷം യുക്രൈൻ യുദ്ധം പോലുള്ള വിഷയങ്ങൾ ഇരു രാജ്യങ്ങളെയും വീണ്ടും പരസ്യമായ എതിരാളികളാക്കി മാറ്റിയിട്ടുണ്ട്. 3-ാം വർഷത്തിലേക്ക് കടന്ന യുക്രൈൻ യുദ്ധം ഇതിനകം ലോക രാഷ്ട്രീയത്തെ 2ആയി വിഭജിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് നാറ്റോ രാജ്യങ്ങൾ യുക്രൈനിന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി പിന്തുണ ശക്തമാക്കുമ്പോൾ,
മറുവശത്ത് റഷ്യ അത് നേരിട്ടുള്ള പാശ്ചാത്യ ആക്രമണത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ആണവാഭ്യാസങ്ങൾ വെറും പ്രതിരോധ പരിശീലനം മാത്രമല്ല, പാശ്ചാത്യ ലോകത്തേക്കുള്ള ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമാണ്. ഇപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരു തെറ്റായ കണക്കുകൂട്ടലിനെയാണ്. ഒരു ഡ്രോൺ ആക്രമണം, ഒരു അതിർത്തി ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു തെറ്റായ മിസൈൽ വിക്ഷേപണം പോലും ആണവ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ശീതയുദ്ധകാലത്ത് ലോകം പലതവണ ആണവനാശത്തിന്റെ വക്കിലെത്തിയിരുന്നുവെങ്കിലും ഇന്നത്തെ സാഹചര്യം അതിനേക്കാൾ കൂടുതൽ സങ്കീർണമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം ഇപ്പോൾ യുദ്ധം അതിർത്തികളിൽ മാത്രമല്ല, സൈബർ ലോകത്തും ബഹിരാകാശത്തും ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളിലുമാണ് നടക്കുന്നത്. റഷ്യയുടെ ഈ 3 ദിവസത്തെ ആണവാഭ്യാസങ്ങൾ അവസാനിച്ചാലും അതിലൂടെ ഉയർന്ന ഭീതിയും അനിശ്ചിതത്വവും ഉടൻ അവസാനിക്കില്ല. ലോകം ഇപ്പോൾ വീണ്ടും ഒരു അപകടകരമായ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മുകളിൽ തങ്ങി നിൽക്കുന്നത്. കാരണം ആണവ ശക്തികൾ അവരുടെ ആയുധങ്ങൾ തുറന്നു കാണിക്കാൻ തുടങ്ങുമ്പോൾ ലോകം ഒരിക്കലും പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.